ഗൈസ്, നമുക്ക് ഡ്യൂരിയൻ ഫ്രൂട്ട് കൊണ്ട് ഒരു അട ഉണ്ടാക്കിയാലോ? ചക്കയുടെ കളിയനായിട്ട് വരും എന്നല്ലേ പറയുന്നത്. എന്നാൽ പിന്നെ ചക്കയുടെ പോലെ നമുക്ക് ഡ്യൂരിയൻ അടയും കൂടി അങ്ങ് ഉണ്ടാക്കാം. ഇത് നമ്മൾ താലിൻ്റെ പോയി വന്നപ്പോൾ നമ്മുടെ ഗൈഡ് തന്നതാണ് കേട്ടോ. നമ്മുടെ ഗ്യാങ്ങിൽ ഒരു ചേച്ചിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചിക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് 4 എണ്ണം. അതിലൊരെണ്ണം ചേച്ചി എനിക്ക് തന്നു. വീട്ടിൽ കൊണ്ടുപോയി അട ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞ് നേരെയും ഞാനത് അമ്മയുടെ കയ്യിലാണ് കേട്ടോ കൊണ്ടുവന്ന് കൊടുത്തിട്ട്. ഈ ഡ്യൂരിയൻ ഫ്രൂട്ട് പച്ചയുടെ ഒന്നും നമുക്ക് ഫ്ലൈറ്റിൽ കയറ്റിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. അറിയാലോ, അതിന് ഒരുമാതിരി സ്മെല്ലാണ്, നമുക്ക് ഒട്ടും ഇഷ്ടമാവാത്തത്. അതുകൊണ്ടാണ് വിളയിച്ചത് വാങ്ങിച്ച് തന്നു വിട്ടത്. അത് വീട്ടിൽ കൊണ്ടൊന്ന് തുറന്നപ്പോൾ പോലും അതിൻ്റെ സ്മെല്ല് നമുക്ക് ഒട്ടും പിടിക്കുന്നുണ്ടായില്ല കേട്ടോ. പിന്നെ ഇത് അത്യാവശ്യം ഹാർഡായിരുന്നു വിളയിച്ച് തന്നു വിട്ടതുകൊണ്ട്. അതുകൊണ്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ആദ്യം ഒന്ന് മെൽറ്റാക്കി അതിലേക്ക് ശർക്കര നീരൊഴിച്ച് കുഴച്ചതിന് ശേഷം കുറച്ചധികം തേങ്ങ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ചക്കയുടെ ഉണ്ടാക്കുന്ന പോലെയല്ല, തേങ്ങയാണെങ്കിലും പൊടിയാണെങ്കിലും കുറച്ച് അധികം നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റ് ഒന്നും നമുക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കുഴച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം പോയി വാഴയിലേക്ക് പറിച്ചുകൊണ്ട് വന്ന് ചെറിയ ഉണ്ടയാക്കിയിട്ട് നമ്മൾ അതിൽ പരത്തി എടുത്തിട്ടോ. ഭയങ്കര നൈസാക്കി കട്ടി കുറച്ചാണ് നമ്മൾ പരത്തി എടുത്തത്. ഒരു 6 എണ്ണമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പിന്നെ നേരെ ഇഡ്ഡലിച്ചെമ്പ് വെച്ച് അതിലേക്ക് ഓരോ അടയാക്കി വെച്ച് ഒരു 10 to 15 മിനിറ്റോളം നമ്മൾ അതിനെ ആവി കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത്. ആവി കയറ്റിട്ടാണെങ്കിൽ പോലും മണക്കാൻ പോകണ്ട കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സ്മെല്ലുണ്ട്. അവർ വിളയിച്ചിട്ട് തന്നു വിട്ടതാണെങ്കിൽ പോലും നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എന്തായാലും നമുക്കതൊന്ന് കഴിച്ച് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട കഴിക്കുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഇഷ്ടമാവാത്തത് ഉണ്ട്. എന്നാൽ പോലും നമ്മൾ പൊടി കുറച്ചധികം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഡ്യൂരിയൻ ഫ്രൂട്ടിന് നല്ലത്. കാരണം എന്നാലാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഇഷ്ടാവത്തില്ല. എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമുക്ക് ഇത്രയും അടിപൊളിയായിട്ട് ഡ്യൂരിയൻ ഫ്രൂട്ടും കൊണ്ട് അട ഉണ്ടാക്കാൻ പറ്റുമെന്ന്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയാണ്.